ദിവസമായി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജ്യോതികയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയ നിറയെ. പരിശുദ്ധ പ്രണയത്തിന്റെ പ്രതീകം എന്നാണ് ജ്യോതികയെയും അവളുടെ സ്വന്തം യദുവിനെയും ആരാധകർ വിശേഷിപ്പിക്കുന്നത്. യദുവും ജ്യോതികയും പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. സ്കൂൾ കാലഘട്ടം മുതൽക്കേ പരസ്പരം അറിയുന്നവർ. പിന്നീട് പ്രണയമായി മാറി സൗഹൃദം. ഇവരുടെ ബന്ധമറിഞ്ഞപ്പോൾ വീട്ടുകാർ എതിർത്തു. ജ്യോതികയുടെ വീട്ടുകാർക്ക് വലിയ എതിർപ്പായിരുന്നു. എന്നാൽ യദുവിന്റെ വീട്ടിൽ ഈ എതിർപ്പുണ്ടായിരുന്നില്ല. ഈ അടുത്തിടെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ നട്ടെല്ലിന് ക്ഷതമേറ്റു. യദുവിന്റെ നെഞ്ചിനു താഴെ തളർന്നു. പക്ഷേ പ്രണയത്തിൽ നിന്നും ജ്യോതിക പിന്മാറിയില്ല. അതോടെ ഇരു വീട്ടുകാരും ഒരുമിച്ചു നിന്നു. ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. യദുവിന്റെയും ജ്യോതികയുടെയും ആ ആഘോഷ നിമിഷത്തിന്റെ വീഡിയോ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ്. അവൻ എന്നെ വിട്ടുപോയെങ്കിലേയുള്ളൂ, അല്ലാതെ വേർപിരിക്കാൻ സാധിക്കില്ല എന്നാണ് ജ്യോതിക പറയുന്നത്. എനിക്ക് അവനെ അത്ര ജീവനാണ്. യദുവിന്റെയും ജ്യോതികയുടെയും സ്നേഹത്തിനു മുന്നിൽ കണ്ണു നിറഞ്ഞുപോയ വൈകാരിക നിമിഷമാണിതെന്ന് പറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. പരസ്പരം ഒരിക്കൽ പോലും പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഓരോ നിമിഷവും പ്രണയത്തിലാണ് തങ്ങളെന്നിരുവരും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നു. +2 മുതൽ തുടങ്ങിയ പ്രണയമാണ് ഇരുവരുടേതും. ആദ്യം വീട്ടുകാർ തങ്ങളുടെ ബന്ധം എതിർത്തു. എന്നാൽ വിവാഹം ഉറപ്പിക്കാമെന്ന് തീരുമാനിച്ച സമയത്താണ് ആക്സിഡന്റ് സംഭവിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു. വനിതയോടായിരുന്നു ഇരുവരുടെയും പ്രതികരണം. അമ്മയെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കൊണ്ടുവിടാനായി രാവിലെ പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത്. രാവിലെ കോളൊന്നും കാണാതെ വന്നതോടെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഒരു അമ്മൂമ്മയാണ് ഫോൺ എടുത്തത്. അമ്മയെയും മകനെയും അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞുവെന്നും ജ്യോതിക പറയുന്നു. 4 ദിവസത്തോളം ഗുരുതരാവസ്ഥയിൽ ICUവിൽ കിടന്നു. സ്പൈനൽ കോഡ് കംപ്രസ്ഡ് ആയിപ്പോയി. D3, D4 ലെവൽ പരിക്ക, പെൽവിക് ഫ്രാക്ചർ, ഗ്രേഡ് 4 ലിവർ ഇഞ്ചുറി, സ്കാപ്പുലർ ഫ്രാക്ചർ എന്നിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നെഞ്ചിന് താഴേക്ക് തളർന്നിരുന്നു. പരിശുദ്ധ പ്രണയത്തിന്റെ പ്രതീകം എന്നാണ് ജ്യോതികയെയും യദുവിനെയും സോഷ്യൽ മീഡിയകളിൽ അവരുടെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ഓഡീഷനിൽ പങ്കെടുത്തത് എന്നാണ് ജ്യോതിക പറയുന്നത്. കുഞ്ഞൻ എന്നാണ് യദുവിനെ ജ്യോതിക വിളിക്കുന്നത്. അവനും ഒരു കലാകാരനാണെന്ന് അവൾ പറയുന്നുണ്ട്. ആ ഷോ കഴിഞ്ഞതിന് ശേഷം ചിലരുടെ കമന്റുകൾ വല്ലാതെ സങ്കടപ്പെടുത്തി. യദുവിന്റെ കാര്യം പറഞ്ഞ് സിമ്പതി നേടിയത് കൊണ്ടാണോ ഷോയിൽ അവസരം ലഭിച്ചത് എന്നൊക്കെ ചോദിച്ചു. ഇവനെ കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കുഞ്ഞൻ പ്രോപ്പർട്ടി ഒന്നുമല്ലല്ലോ എന്നും ജ്യോതിക സധൈര്യം ചോദിക്കുന്നു. കുഞ്ഞൻ പഴയതുപോലെ ആകാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇത്രയും ബെറ്റർ ആയത് വിൽ പവർ കൊണ്ട് മാത്രമാണ്. എങ്ങനെയായാലും ഞങ്ങളുടെ പ്രണയത്തിന് ഒന്നും സംഭവിക്കില്ല. ഇവൻ പോലും എന്നോട് പറഞ്ഞിരുന്നു നീ പൊയ്ക്കോ എന്ന്. എന്നാൽ ഇവനെ കളഞ്ഞിട്ട് ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും ജ്യോതിക പറയുന്നു.